ഈ ഒരു 500 രൂപയുടെ നോട്ട് ഞാനൊരു ബാങ്കിൽ ചെന്ന് ഒരു സാധാരണക്കാരൻ എന്ന പോലെ ചോദിച്ചപ്പോ മാറ്റിത്തരാത്ത ഈ ഒരു ബാങ്കുകാരുടെ അടുത്തേക്ക് ഒരു യൂട്യൂബറായി ക്യാമറയും കൈപിടിച്ച് പോയപ്പോ മാറ്റി തന്ന ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കണേട്ടാ. ഇതിനൊരു അവസാനം കണ്ടിട്ട് ഞാൻ വരൂ എന്ന രീതിയിൽ ക്യാമറയും കീറി 500 നോട്ടും കൈപിടിച്ചിട്ട് ഞാൻ നടക്കാട്ടാ. തുടക്കത്തിലെ തന്നെ ശാന്തതയുടെ വഴി സ്വീകരിക്കണം എന്ന നിലയിൽ ബാങ്കിൽ കയറി ഉടനെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. എന്നിട്ട് സാർ എന്റെ കയ്യിൽ ഒരു 500 ഡാമേജ് ആയിട്ടുള്ള ഒരു നോട്ട് ഉണ്ട്, ഈ ഒരു നോട്ട് എനിക്ക് മാറ്റി തരുമോ ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ ആളുടെ ബാങ്കിന്റെ നിയമം പറഞ്ഞു. അതിങ്ങനെയായിരുന്നു, സോറി സാർ, ഇവിടെ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാത്രമേ ഇവിടെ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യണുള്ളൂ, അല്ലാത്തവർക്ക് വേറെ വല്ല ബാങ്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് കേട്ടുവരുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യൻ RBIയുടെ നിയമം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അക്കോർഡിംഗ്സ് ടു ഇന്ത്യൻ RBI പ്രകാരം ഒരു ഡാമേജ് ആയ നോട്ടിന്റെ 80% കൈവശവുമായി ഒരു വ്യക്തി ബാങ്കിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു നോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം RBIയുടെ കീഴിലുള്ള എല്ലാ ബാങ്കിനും അവകാശപ്പെട്ടു. ഇത് പറഞ്ഞത് കേട്ടുറിന് പുള്ളിക്കാരൻ ഫ്ലാറ്റ് ആയി. ഓ ശരി സാർ, അതെ അങ്ങനെയാണ് നോട്ട്. എന്താല്ലേ ബാങ്കുകാർക്ക് വരെ നിയമം പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ. ബാങ്കിൽ ചെന്നപ്പോ പ്രൂഫ് ഉണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ച ബാങ്കുകാര് അവിടെ ഒരു അക്കൗണ്ട് എടുത്താലോ എന്ന് വരെ അവസാനം ചോദിച്ചു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ബാങ്കുകാർക്ക് എന്നോടുള്ള സമീപനം വളരെ ശാന്തമായിരുന്നു. നോട്ടൊക്കെ ഒട്ടിച്ച് നല്ല പേപ്പറിൽ ഒട്ടിച്ചിട്ട് വരാൻ പറഞ്ഞു. വേണ്ട പശയും കത്രികയും എല്ലാം തന്നു. അങ്ങനെ നമ്മൾ നോട്ടെല്ലാം വൃത്തിയായി ഒട്ടിച്ച് കട്ട് ചെയ്ത് നമ്മളൊന്ന് ഉണക്കാൻ വെക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത് കേട്ടാ. ഇവരുടെ മുഖത്തത്തെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടാ. കാരണം ഞാൻ എങ്ങനെയോ സഹിച്ചു പിടിച്ച് അവിടെ നിന്നത്. ഞാനിങ്ങനെ നോട്ടിന്റെ വീഡിയോ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാക്കിലുള്ള കുറച്ച് സ്റ്റാഫ്സിനെ ഒരുമാതിരി നോട്ടം നോക്കണേട്ടാ. ചിലവര് കോൾ ചെയ്യണ പോലെ അഭിനയിച്ചിട്ട് നോക്കണു, ചിലവര് ഒന്നും അറിയാത്ത പോലെ എടുത്ത് നിന്നിട്ട് അയ്യോ അവനവിടെ എന്തോ ചെയ്യുന്നുണ്ട്, സംതിങ് അവൻ വീഡിയോ പിടിക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ആ പറയണതെല്ലാം എന്നെ കുറിച്ച് മാത്രമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഡാമേജ് ആയ നോട്ട് ഞാൻ കാഷ്യറിന്റെ മാറ്റി കിട്ടിയ ഉടനെ ഞാൻ ബാങ്കിൽ നിന്ന് സ്കൂട്ടായി. അങ്ങനെ എനിക്ക് അന്ന് അവിടെ 500 രൂപയുടെ നോട്ട് എനിക്ക് മാറ്റി കിട്ടി. ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് എന്റെ മാത്രം അനുഭവമല്ല, ബാങ്കിലേക്ക് നോട്ട് മാറ്റി പോകുന്ന ഓരോ സാധാരണക്കാരന്റെ അനുഭവം കേട്ടോ.